പ്രധാന വാർത്തകളിലേക്ക് തന്നെ പോകുന്നു. മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു. കൊമ്പൻ ചെരിഞ്ഞത് കർണാടകയിലെ ബന്ദിപ്പൂരിൽ എത്തിച്ചതിന് ശേഷം ആനയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് പ്രത്യേക സംഘം പരിശോധിക്കും. 20 ദിവസത്തിനിടെ ആനയ്ക്ക് മയക്കുവെടിയേറ്റത് 2 തവണയാണെന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തും. വെറ്റിനറി സർജന്മാരും സംഘം ബന്ദിപ്പൂരിലെത്തിയിട്ടുണ്ട്. മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്നുള്ള പ്രധാന വാർത്ത തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ നൽകി വരുന്നത്. കൊമ്പൻ ചെരിഞ്ഞത് കർണാടകയിലെ ബന്ദിപ്പൂരിൽ എത്തിച്ചതിന് ശേഷമാണ്. ആനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള പരിശോധനകളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. 20 ദിവസത്തിനിടെ ആനയ്ക്ക് മയക്കുവെടിയേറ്റത് 2 തവണയാണെന്നും പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തുമെന്നും വിവരം ലഭിക്കുന്നു. വെറ്റിനറി സർജന്മാരുടെ സംഘം ഇപ്പോൾ ബന്ദിപ്പൂരിലെത്തി പരിശോധന നടത്തുകയാണ്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് AK ശശീന്ദ്രൻ അടക്കം പറഞ്ഞത്. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകാൻ ഷിബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിബു, ഈ ആനയ്ക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള പരിശോധനകളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ബന്ദിപ്പൂരിൽ സംഘം എത്തിയിട്ടുണ്ട്, പരിശോധന നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് ഏറ്റവും പുതിയ വിവരം? ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടക്കും എന്നാണ് അറിയുന്നത്. ബന്ദിപ്പൂരിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള വനപാലകരും അതുപോലെ തന്നെ വെറ്റിനറി സർജന്മാരുടെ സംഘവുമാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താണ് മരണകാരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടുകയുള്ളൂ. പലവിധ അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ അതേസമയം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കേരള വനം വകുപ്പിന്റെ നിലപാട് ഇപ്പോഴുള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് മയക്കുവെടി വെച്ചത്. അതിനുശേഷം രാത്രി 10:30യോട് കൂടിയാണ് വയനാട്ടിൽ നിന്ന് ആനയെ ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോയത്. രാത്രി 1 മണിയോടെ അവിടെ എത്തി. ഇന്ന് രാവിലെയാണ് ആന ചരിഞ്ഞ വിവരം അറിയുന്നത്. കേരള വനം വകുപ്പും കർണാടക വനം വകുപ്പും സംയുക്തമായാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഷിബു, ഇന്നലെ ഈ ആനയെ പിടികൂടുമ്പോൾ മയക്കുവെടി വെക്കുമ്പോൾ 2 തവണ മയക്കുവെടി വെച്ചു എന്നുള്ള കാര്യങ്ങളാണല്ലോ പുറത്തു വന്നത്. ഈ ആനയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയായിരുന്നു? അതായത് 2 തവണ ഒരു സമയം 5:30 മണിക്ക് ഒരു ആദ്യത്തെ ഫസ്റ്റ് ഡോസ് മയക്കുവെടി വെച്ചു. അതിനുശേഷം 1 മണിക്കൂറിനകം തന്നെ 2ാമത്തെ ഡോസും മയക്കുവെടി വെക്കുകയാണ് ഉണ്ടായത്. ആ സമയത്തൊക്കെ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു ആന. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് 3 കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് ആനയെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റിയത്. ഈ സമയം ഇരുഭാഗത്തു നിന്നും 2 കുങ്കിയാനകൾ കൊമ്പ് കൊണ്ട് കുത്തിയും തള്ളിയും ഒക്കെയാണ് ഇതിനകത്തേക്ക് വാഹനത്തിനകത്തേക്ക് ഈ തണ്ണീർ കൊമ്പനെ കയറ്റിയത്. ആ സമയത്ത് എന്തെങ്കിലും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ പരിശോധിച്ചു വരുന്നുണ്ട്. കൊമ്പ് കൊണ്ട് കുത്തി മുറിവേറ്റ് അങ്ങനെ എന്തെങ്കിലും ആന്തരികമായ രക്തസ്രാവമോ മറ്റോ ഉണ്ടായോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട്. പക്ഷേ മയക്കുവെടി വെച്ചതിൽ അപാകതകളൊന്നുമില്ല, ഡോസ് കൂടിയിട്ടില്ല, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കേരളത്തിൽ തന്നെ പ്രശസ്തരായ ഫോറസ്റ്റ് വെറ്റിനറി സർജന്മാരിൽ ഒരാളായ അജേഷ് മോഹൻദാസ് ആണ് മയക്കുവെടി വെക്കാൻ നേതൃത്വം നൽകിയത്. ഡോക്ടർ അരുൺ സക്കറിയ കഴിഞ്ഞാൽ ഏറ്റവും ഇക്കാര്യത്തിൽ വിദഗ്ധനാണ് ഡോക്ടർ അജേഷ് മോഹൻദാസ്. ഷിബു, ഈ ബന്ദിപ്പൂരിൽ എത്തുന്നതിന് മുൻപ് തന്നെ നേരത്തെ നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആന ആരോഗ്യവാൻ തന്നെയായിരുന്നു. ആനയുടെ ആരോഗ്യത്തിൽ ഒരു കുഴപ്പവുമില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നിരുന്നത്. ഷിബു, ഇന്നലെയും ഈ മയക്കുവെടി വെക്കുന്ന സമയത്തും ഈ സ്ഥലത്തുണ്ടായിരുന്നല്ലോ. അതായത് ഈ ആനയുടെ കാലിന് എന്തോ പരിക്കുണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരവും പുറത്തു, അത് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ആനയുടെ കാലിന് ചെറിയ പരിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കാഴ്ചയിൽ സാധാരണ ഒരാൾ നോക്കുന്ന സമയത്ത് നമുക്കങ്ങനെ അസ്വാഭാവികമായി ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആന ആരോഗ്യവാനായി തന്നെയാണ് കണ്ടത്. കാരണം 200 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇത് മാനന്തവാടിയിൽ എത്തിയത്. മാനന്തവാടിയിൽ എത്തിയ ശേഷവും ഇടവക പഞ്ചായത്തിലെ പായോട് പ്രദേശത്ത്, അതിനുശേഷം മാനന്തവാടി നഗരത്തിൽ പല സ്ഥലങ്ങളിലായി ഇത് നടക്കുകയും സഞ്ചരിക്കുകയും തുമ്പിക്കൈ കൊണ്ട് വെള്ളം ചീറ്റി മണ്ണ് കോരി വാരി ദേഹത്തേക്ക് ഇടുകയും അങ്ങനെയൊക്കെ
ചെയ്യുന്ന സാധാരണ ആനകൾ ചെയ്യുന്ന എല്ലാ പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി അത്ര മോശമായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. പിന്നീട് ആന്തരികമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ, അതല്ലെങ്കിൽ ഇനി ഹൃദയാഘാതം മൂലമുള്ള മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായതാണോ കാരണം എന്നുള്ളതിനെ കുറിച്ചൊരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇതിന് 3 തവണ മയക്കുവെടി വെച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ജനുവരി 16-നാണ് മയക്കുവെടി വെച്ചത്. അതിനുശേഷം 3-ാം തവണയാണ് ഇന്നലെ മയക്കുവെടി വെച്ചിട്ടുള്ളത്. അങ്ങനെ 3 തവണ മയക്കുവെടി വെച്ച് പിടികൂടിയ ആനയായതിനാൽ ആന്തരികമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഷിബു, ഈ 3 തവണ മയക്കുവെടി, അതായത് ഇന്നലെയൊക്കെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നത് 2 തവണയാണ് മയക്കുവെടി, 20 ദിവസത്തിനിടയിൽ 2 തവണ മയക്കുവെടി നൽകി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ ഓവർഡോസ് നൽകുകയാണെങ്കിൽ ഈ ആന ചെറിയാനുള്ള സാധ്യതയില്ലേ? അതായത് ജനുവരി 16-ന് മുമ്പ് ഒരു തവണ ഈ ആനയെ പിടികൂടി മയക്കുവെടി വെച്ച് പിടികൂടിയിരുന്നു. 2-ാം തവണ പിടികൂടിയതാണ് ജനുവരി 16-ന്. ആ സമയത്താണ് റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടത്. ഇതിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായതെന്ന് പറയുന്നത്, റേഡിയോ കോളർ ഘടിപ്പിച്ച ആന 200 കിലോമീറ്റർ സഞ്ചരിച്ച് ദിവസങ്ങളോളം സഞ്ചരിച്ച് ഇത് വയനാട്ടിലെ മാനന്തവാടി നഗരത്തിലെത്തിയിട്ടും എത്തുന്നത് വരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്തത് വനംവകുപ്പിനെ സംബന്ധിച്ചൊരു വീഴ്ചയായി എല്ലാവരും ആരോപിക്കുന്നുണ്ട്. കാരണം പലതവണ പല സ്ഥലങ്ങളിലായി ആനയെ കണ്ടതായി ആളുകൾ അറിയിച്ചിട്ടും എന്തുകൊണ്ട് റേഡിയോ കോളർ ഘടിപ്പിച്ച് ആനയുടെ സഞ്ചാരപാത നിരീക്ഷിച്ച് അതിനെ നഗരത്തിലെത്തുന്നതിന് മുൻപേ കാട്ടിലേക്ക് തുരത്താൻ കഴിഞ്ഞില്ല, വനംവകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാന ചോദ്യം. ഷിബു, ഈ നേരത്തെ AK ശശീന്ദ്രൻ അടക്കം പ്രതികരിച്ചത് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് ഈ ദൗത്യത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് ശരി തന്നെയാണ്. ദൗത്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായതായി നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ ദൗത്യം നടക്കുന്നതിന് മുമ്പ്, അതായത് ഇന്നലെ മാനന്തവാടി നഗരത്തിൽ എത്തുന്നതിന് മുമ്പ് ആന കേരള അതിർത്തി കടന്നെത്തിയിട്ടും ഇത്രയും ദിവസങ്ങളായിട്ട്, അതായത് തിരുനെല്ലി പഞ്ചായത്തിൽ ആദ്യ ദിവസങ്ങളിൽ എത്തിയിരുന്നു, പിന്നീട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ മക്കിമലയിൽ എത്തിയിരുന്നു, മക്കിമലയിൽ നിന്നാണ് മാനന്തവാടി ഇടവക പഞ്ചായത്തിലെ പായോട് എത്തിയത്, പായോട് നിന്നാണ് മാനന്തവാടി നഗരത്തിൽ എത്തിയത്. ഇത്രയും ദിവസങ്ങളോളം ഈ ആന കേരളത്തിലെ വനമേഖലയിൽ അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അവർക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടും ഈ വിവരം ലഭ്യമായിരുന്നില്ല? ലഭ്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ നടപടി എടുത്തില്ല എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. വനംവകുപ്പ് മന്ത്രി പറഞ്ഞത് ശരി തന്നെയാണ്. ആന വയനാട്ടിൽ പ്രത്യേകിച്ച് മാനന്തവാടിയിൽ എത്തിയതിനു ശേഷം നടന്ന ദൗത്യം വിജയകരമായിരുന്നു, അതിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം. ഈ AK ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് പ്രത്യേക ഉന്നതതല സമിതി അന്വേഷിക്കും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ പോസ്റ്റ്മോർട്ടം എത്ര മണിയോടെ പൂർത്തിയാക്കാനാണ് സാധ്യത? ഇപ്പോൾ 11 മണിയോട് കൂടിയാണ് നടപടികൾ ആരംഭിച്ചത്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. അതോടുകൂടി തന്നെ ഏകദേശ വിവരം ലഭ്യമാകുമെന്നാണ് അറിയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച വിവരം പുറത്തു വിടുമോ എന്നുള്ള കാര്യം, എത്ര കണ്ട് ഇവർ പുറത്തുവിടും അല്ലെങ്കിൽ മാധ്യമങ്ങളെ അറിയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം വനം വകുപ്പിന്റെ പ്രത്യേകിച്ച് കർണാടക മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള വനം വകുപ്പ് വീഴ്ച വരുത്തിയിട്ടുണ്ട്, കേരള വനം വകുപ്പ് ആനയെ കൊന്നു എന്നുള്ള തരത്തിലൊക്കെ അവിടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കർണാടകയിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. കാരണം ഇന്നലെ രാത്രി അവിടെ എത്തിയതിനു ശേഷം ഇന്ന് മരണവാർത്തയാണല്ലോ അവിടുത്തെ കർണാടക പ്രദേശവാസികളെല്ലാം അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഈ ആനയെ കേരള വനം വകുപ്പ് കൊന്നു എന്നുള്ള തരത്തിലാണ് പ്രചരണം നടക്കുന്നത്. ഷിബു, എന്തായാലും തുടരാം. ഇപ്പോൾ എന്തായാലും വീഴ്ച ആരുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായതെന്നുള്ള വ്യക്തത നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ലോറൻസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലോറൻസ്, ഈ ഓവർഡോസ് നൽകിയാൽ ആനയായാലും ആരായാലും ചരിയും എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരാനൊന്നുമില്ല. എന്തായാലും അറിയാം, ഈ ആദ്യ ഡോസ് നൽകി, രണ്ടാമത് മയക്കുവെടി വെച്ചു, ബൂസ്റ്റർ ഡോസ് നൽകി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ആരുടെ ഭാഗത്തായിരിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവുക? ശ്രുതി, തീർച്ചയായിട്ടും ഈ ആന ചരിയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ, അതുപോലെ ശാസ്ത്രീയമായ ഒരു പരിശോധനയിലൂടെ മാത്രമേ ഈ ആന ചരിയാനുണ്ടായ സാഹചര്യം എന്തെന്ന് വ്യക്തമാവുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം കേരള കർണാടക വെറ്റിനറി സർജന്മാർ സംയുക്തമായി നടത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ആന 200 കിലോമീറ്ററോളം കർണാടക വനമേഖലയിൽ നിന്ന് 200 കിലോമീറ്ററോളം പിന്നിട്ടാണ് വയനാട്ടിൽ വരുന്നത്. വയനാട്ടിൽ ഈ ആന എത്തിയതിന് ശേഷം ഏതാണ്ട് 12 മണിക്കൂറോളം ഈ ആന
ജനവാസ മേഖലയിലും അല്ലാത്ത ഇടങ്ങളിലൂടെയൊക്കെ കറങ്ങി നടക്കുകയുണ്ടായി എന്ന് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഈ ആന ഏതാണ്ട് പൂർണ്ണമായും ആരോഗ്യവാനാണ് എന്നാണ് നമ്മൾ ഇന്നലെ ആനയുടെ സഞ്ചാരങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ആ കാര്യത്തിൽ ഏതായാലും വെറ്റിനറി ഡോക്ടർമാർക്കും അക്കാര്യം സംശയമുണ്ടാകാനിടയില്ല. ആനയ്ക്ക് ബാഹ്യമായ പരിക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആന പൂർണ്ണമായും ആരോഗ്യവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ ആനയെ വാഹനത്തിലേക്ക് കയറ്റുന്നതിന് കുങ്കി ആനകൾ വലിയ പ്രയത്നമൊന്നും നടത്തിയതായി കാണുന്നില്ല. കാരണം ഈ ആന താരതമ്യേന ചെറിയ ആനയാണ്. കാരണം ആന അത്ര വലിയ ആനയോ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ആനയൊന്നുമല്ല. അപ്പോൾ വലിയ പ്രതിരോധിക്കുന്ന ഒരു ആനയല്ല. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആനയുമായിരുന്നില്ല. നാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞു നടന്നു എന്നുള്ളതിനപ്പുറം ആളുകൾക്ക് ഇന്നലെ ആന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഒരു പ്രകോപനകാരിയായ ഒരു ആനയല്ല ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ശാസ്ത്രീയമായ ഒരു പരിശോധന ഈ ആനയുടെ മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ അത് എത്രമാത്രം പുറത്തു വരും എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. കാരണം ഈ ആനയെ മയക്കുവെടി വയ്ക്കാൻ സ്വീകരിച്ച നടപടികളിലും കൊടുത്ത ഡോസിൽ സംബന്ധിച്ചും ഇനിയും വ്യക്തത വരാനുണ്ട്. അത് വനം വകുപ്പായാലും ഈ ഡോക്ടർമാരായാലും ഇത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമോ, അതൊരു രഹസ്യരേഖയെ അവശേഷിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി നമുക്ക് തർക്കമുള്ളത്. എന്നിരുന്നാൽ ഉദ്യോഗസ്ഥർ അവരുടെ ഭാഗം സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിയായി ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്. ഇത് കർണാടകയിൽ ഈ ആനയ്ക്ക് 20 ദിവസം മുമ്പ് മയക്കുവെടി നൽകിയിരുന്നു. അപ്പോൾ ഈ ആനയ്ക്ക് അതിനുശേഷം 20 ദിവസം മുമ്പ് ഈ ആനയ്ക്ക് മയക്കുവെടി നൽകി. അപ്പോൾ ഈ ആനയ്ക്ക് കർണാടകയിൽ നൽകിയ മയക്കുവെടി, അതെ, ഈ ആനയ്ക്ക് നൽകുന്നത് അതിശക്തമായ മയക്കുമരുന്ന് എന്ന് അറിയപ്പെടുന്ന കാർഫെന്റനിൽ എന്ന മയക്കുമരുന്നാണ് നൽകുന്നത്. ഈ മയക്കുമരുന്ന് ആനയെ മയക്കാൻ വേണ്ടി വെടികൊണ്ടാൽ ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് ആന മയങ്ങണം. അങ്ങനെ അപ്പോൾ ആ ഒരു രീതിയിലുള്ള അതിശക്തമായ ഒരു മയക്കുമരുന്ന്, അതായത് ആനയുടെ നെർവസ് സിസ്റ്റത്തെ, അതായത് ആനയുടെ തലച്ചോറിനെ ബാധിക്കുന്ന നാഡീ സിസ്റ്റത്തെയാണ് ഈ മയക്കുമരുന്ന് ബാധിക്കുന്നത്. അതോടുകൂടി ആന മയങ്ങും. സാധാരണ മനുഷ്യൻ മയക്കുമരുന്ന് കഴിച്ചാൽ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് ആനയിലും സംഭവിക്കുന്നത്. നാഡീവ്യൂഹത്തെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഈ മോർഫിനേക്കാൾ 100 മടങ്ങ് ശക്തമായ മയക്കുമരുന്നാണ് ഈ കാർഫെന്റനിൽ. ഇത് മരിജുവാന, കൊക്കൈൻ, അതുപോലെ സൈക്കഡലിക്സ് അടങ്ങുന്ന ഒരു മിശ്രിതമാണ് ഇത് ഒരാനയ്ക്ക് 1 ടൺ തൂക്കം വരുന്ന ആനയുടെ തൂക്കത്തിന് ആനുപാതികമായ ഈ കാർഫെന്റനിൽ നൽകാവൂ. ആനയ്ക്ക് മയക്കുവെടി ഡോസ് നൽകാവുള്ളൂ. അത് ആദ്യ ഡോസ് ഏതാണ്ട് കൃത്യതയോടുകൂടി തന്നെ നൽകേണ്ടി വരും. 1 ടൺ ആനയുടെ തൂക്കത്തിന് ആനുപാതികമായിട്ടാണ് നൽകുക. 1 ടൺ ഭാരത്തിന് 100 മില്ലിഗ്രാം, 100 മുതൽ 120 മില്ലിഗ്രാം, അത് ആനയുടെ ആ ശേഷിയും ശക്തിയും ഒക്കെ കണക്ക് കൂട്ടിയിട്ടാണ് വെറ്റിനറി ഡോക്ടർമാർ ഇതിൻ്റെ ഡോസ് തീരുമാനിക്കുക. ഒരു ടൺ ഭാരത്തിന് 100 മുതൽ 120 വരെ മില്ലിഗ്രാം ആണ് ആനയ്ക്ക് നൽകുന്ന ആദ്യ ഡോസ് വളരെ ശക്തമായിരിക്കും. ഇതായിരിക്കും ആനയുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുക. അതോടുകൂടി ആന മയങ്ങും. പിന്നീട് ബൂസ്റ്റർ ഡോസുകൾ നൽകും. കർണാടകയിൽ ആനയ്ക്ക് കഴിഞ്ഞ 20 ദിവസത്തിന് മുമ്പ് ഒരു ആദ്യ ഡോസ് നൽകിയിട്ടുണ്ട്. അത് എത്ര മില്ലിഗ്രാം കാർഫെന്റനിൽ ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. അതോടൊപ്പം തന്നെ കർണാടകയിൽ ഈ ആനയ്ക്ക് എത്ര ബൂസ്റ്റർ ഡോസ് നൽകി എന്നതിലും വ്യക്തത വരാനുണ്ട്. അപ്പോൾ ആദ്യ ഡോസും ബൂസ്റ്റർ ഡോസും എല്ലാം കൂടി ചേർന്ന് ആനയുടെ തൂക്കത്തിന് ആനുപാതികമായ ഒരു കണക്കുകൂട്ടലിലാണ്. ആനയെ തൂക്കി നോക്കിയിട്ടൊന്നും അല്ല ഡോക്ടർമാർ വെടിവെക്കുന്നത്. അപ്പോൾ അതൊരു ആനുപാതികമായിട്ടാണ് ഇതിന് കൊടുക്കുക. അത് ഏതായാലും അതായത് ആ തൂക്കത്തിൽ ഇത്തിരി കുറച്ചേ കൊടുക്കുകയുള്ളൂ. കാരണം അങ്ങനെ ആവാനാണ് സാധ്യതയുള്ളൂ. പക്ഷേ ഈ 20 ദിവസത്തിന് ശേഷം കേരളത്തിലെത്തിയ ആനയ്ക്ക് ഇതുപോലെ തന്നെ ഈ ഡോസ് നൽകി. അപ്പോൾ ആനയ്ക്ക് അധിക ഡോസ് ആനയുടെ മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആന മയക്കുവെടി കൊണ്ടാൽ ആനയെ നനയ്ക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ 12 മണിക്കൂറോളം കേരളത്തിൽ വയനാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഈ ആനയ്ക്ക് ഭക്ഷണമോ അങ്ങനെയുള്ള കാര്യങ്ങളോ വെള്ളമോ കാര്യമായി കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മയക്കുവെടി കൊണ്ടതിന് ശേഷം ആനയ്ക്ക് വെള്ളം കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ആന നിർജ്ജലീകരണം, ഈ മയക്കുവെടി കൊണ്ടു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ ആനയെ നനയ്ക്കേണ്ടതുണ്ട്. അത് എത്രമാത്രം നനയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ആന ആരോഗ്യവാനാണെങ്കിൽ പോലും ആന ഇന്നലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. 12 മണിക്കൂറോളം ആന കാര്യമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. വയനാട്ടിൽ ജനവാസ മേഖല അലഞ്ഞു തിരിഞ്ഞു നടക്കുക. ഇതെല്ലാം തന്നെയാണ് ആനയുടെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ മയക്കുവെടി വന്നത്. ഏതായാലും ഇന്നലെ രാത്രി ഒരു 8 മണി 8:30 9 കൂടിയാണ് ആനയെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ബന്ദിപ്പൂർ വനത്തിലെത്താൻ തന്നെ കിലോമീറ്ററുകളോളം എടുക്കും. അപ്പോൾ ഈ സമയപരിധിക്കുള്ളിൽ ആനയ്ക്ക് ബൂസ്റ്റർ ഡോസ് നൽകേണ്ടതായിട്ടുണ്ട്. കാരണം വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആനയുടെ വാഹനത്തിനെ പിന്തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആനയ്ക്ക് വീണ്ടും വാഹനത്തിൽ വെച്ചും എത്ര ബൂസ്റ്റർ ഡോസുകൾ നൽകിയോ, ആന മയക്കമിടാതിരിക്കാൻ ബൂസ്റ്റർ ഡോസുകൾ നൽകിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ആനയുടെ തൂക്കത്തിനനുസരിച്ച് ഏതാണ്ട് ഒരു 6 ടണ്ണോ 7 ടണ്ണോളം വരുന്ന ഒരു ആനയാണെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ബൂസ്റ്റർ കാർഫെന്റനിൽ അതിനനുസരിച്ച് ആനുപാതികമായിട്ടാണ് നൽകിയത്. 20 ദിവസത്തിന് മുൻപ് കൊടുത്തതും അതിനുശേഷം ഈ കേരളത്തിൽ കൊടുത്തതും തമ്മിലുള്ള ഇതിൻ്റെ ഈ ഒരു അനുപാതം, അതായത് ആനയുടെ തൂക്കത്തിൽ കൂടുതൽ, അതായത് ആനയ്ക്ക് ആദ്യം കൊടുത്ത കാർഫെന്റനിൽ കർണാടകയിൽ ആനയ്ക്ക് നൽകിയ മരുന്ന്, അതായത് ഈ ആനയ്ക്ക് നൽകിയ മയക്കുവെടിയുടെ ആ ഒരു അംശം ആനയുടെ ദേഹത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ളതൊരു വിഷയമാണ്. അത്
അവശേഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ മനുഷ്യർ ആൻറ്റിബയോട്ടിക് കഴിച്ചാലും ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമേ അതിൽ നിന്ന് പൂർണ്ണ വിമുക്തനാവുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതുപോലെ തന്നെയുള്ള ഒരു ശാരീരിക ചംക്രമണമാണ് മനുഷ്യനുള്ള പോലെയുള്ള ശാരീരിക ചംക്രമണം തന്നെയാണ് ഈ മൃഗങ്ങൾക്കുള്ളത്. അപ്പോൾ ഒരു മാസത്തിൽ കൂടുതലെങ്കിലും വേണം ആനയുടെ ഈ ശരീരത്തിൽ നിന്ന് ഈ മരുന്നിൻ്റെ കെട്ട്, നാട്ടിൽ പറയില്ല, മരുന്നിൻ്റെ കെട്ട് ഇറങ്ങി പോകാനുള്ള സമയപരിധി. ഒരു മാസം മതിയാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ആന അലഞ്ഞു തിരിയുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു സമയപരിധി കഴിയുന്നതിന് മുൻപാണോ ഈ ആനയ്ക്ക് വീണ്ടും തുല്യ രീതിയിലുള്ള ഒരു മയക്കുവെടി ഉണ്ടായിരിക്കുന്നത്? ഇതെല്ലാം തന്നെ ആനയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ആനയ്ക്ക് ഈ ഓവർഡോസ് ആനയെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അത് മാത്രമല്ല, ആനയ്ക്ക് ആന്തരികമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായോ ഇല്ലെന്നുള്ള സംശയമുണ്ട്. ആന്തരികമായ പരിക്കുകൾ ഉണ്ടെങ്കിൽ ആന ചരിയും എന്നുള്ള കാര്യം തർക്കമില്ല. കാരണം ഇത് ഈ മരുന്നിൻ്റെ ഓവർഡോസും അതുപോലെ തന്നെ ആന്തരികമായ പരിക്കുകളും എല്ലാം ഉള്ളപ്പോൾ തന്നെ ആനകളെ അത് ബാധിക്കും, ശാരീരികമായി ബാധിക്കും. കേരളത്തിൽ ഇതുപോലെ തന്നെ ആളുകളെ വിറപ്പിക്കുകയും ആളുകളെ കൊല്ലുകയൊക്കെ ചെയ്തിരുന്ന ഒരു ആന ഉണ്ടായിരുന്നു. പേയാട് ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ ഭീമാകാരനായ ഒരു ആന. ഈ ദേവസ്വം ക്ഷേത്രങ്ങളിലൊക്കെ ദേവസ്വം ബോർഡുകൾ വളർത്തുന്ന ആന പോലെ ഭീമാകാരനായ ഒരു ആന, കൊലവല്ലി എന്ന ഓമന പേരിലാണ് നമ്മുടെ നാട്ടുകാർ ഇവനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഏതാണ്ട് ഒരു 20 വർഷം മുമ്പ് പേയാട് ഭാഗത്ത് ആദിവാസികളെയൊക്കെ കൊല്ലുകയും ചവിട്ടിക്കൊല്ലുകയൊക്കെ ചെയ്തിരുന്ന ഒരു ആന ഉണ്ടായിരുന്നു. വലിയ ഭീകരനായവരാണ്. ഈ ആനയെ മയക്കുവെടി വെച്ച് 2-3 കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് വനം വകുപ്പ് ഈ ആനയെ കൊണ്ടുവന്നത്. ഈ ആനയെ കൊണ്ടുവന്ന് 2-3 ദിവസത്തിന് ശേഷം ഈ ആനയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വലിയ കൂട്ടിലടക്കുകയും ചെയ്തു. ഈ ആനയെ 2-3 ദിവസത്തിന് ശേഷം ഈ ആനയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ആന ചരിഞ്ഞു എന്നുള്ള ഒരൊറ്റ വിവരം മാത്രമാണ് നമുക്ക് കിട്ടിയത്. അത് ഓവർഡോസ് ആവാനിടയില്ല. പക്ഷേ ഏതായാലും ഈ ആനയ്ക്ക് പരിക്കേറ്റതാണോ എന്താണ് സംഭവങ്ങൾ എന്നറിയില്ല. ഈ കൊലവല്ലി എന്ന ആന ഏതാണ്ട് ഒരു 18 വർഷങ്ങൾക്കും വലിയ 20 വർഷങ്ങൾക്ക് മുമ്പ് ആന ചരിയുകയുണ്ടായി. അപ്പോൾ അത് സംബന്ധിച്ച് കൊലവല്ലിയുടെ ഈ ദുർമരണം കൊലവല്ലിയുടെ ഈ ദുരൂഹ മരണം സംബന്ധിച്ച് വനം വകുപ്പോ ഒരു വിവരവും പുറത്തു വിട്ടിട്ടില്ല. ആന മയക്കുവെടി വെച്ച് ആനയെ പിടിച്ചു കൊണ്ടുവന്ന് 2-3 കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ഈ ആനയെ കൊണ്ടുവന്നത്. ഈ ആന ചരിയുകയുണ്ടായി. എന്താണ് സംഭവിച്ചതെന്നുള്ള പുറത്ത് വിവരം വന്നില്ല. സാധാരണ ആനകളെ മയക്കുവെടി വെച്ചതിന് ശേഷം ആനകൾ ചരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരാറില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ശ്രുതി, 20 ദിവസത്തിനിടെ ആനയ്ക്ക് എത്ര ഡോസ് നൽകി എന്നുള്ള വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഷിബുവിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. ഷിബു, ഈ ആനയെ ആംബുലൻസിൽ കയറ്റുമ്പോൾ ആന അതായത് കുഴഞ്ഞു വീണ ശേഷം പിന്നീട് എഴുന്നേറ്റില്ല എന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നുണ്ടല്ലോ, അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നു? അതായത് ആനയ്ക്ക് ഇവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് വരെ ഈ പറയുന്ന ഒരു ആരോഗ്യസ്ഥിതി മോശമാവുന്ന ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് ആനയെ വാഹനത്തിൽ നിന്ന് ഇറക്കിയതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളാണ്. അതിനുശേഷമാണ് ആരോഗ്യം വഷളായി ആന ചെരിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ആന ചെരിയാൻ ഇടയായത്, അതിനെന്താണ് കാരണം, അത് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നുള്ള ഒരു അന്വേഷണവും അതിനുള്ള ഒരു പരിശോധനകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ ഇപ്പൊ പറയുന്ന ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും എല്ലാം ഒരു വിരാമമാവുകയുള്ളൂ. എന്തായാലും പരിശോധനകൾ നടക്കുകയാണ്. തിരിച്ച് ലോറൻസിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ലോറൻസ്, ഈ 20 ദിവസത്തിനിടെ എത്ര ഡോസ് ആനയ്ക്ക് നൽകി എന്നതിൽ ഒരു വ്യക്തത വരാനുണ്ട്. അതുപോലെ തന്നെ ഈ കർണാടകയിൽ എത്ര ഡോസ് നൽകി എന്നുള്ള ഒരു വ്യക്തതയും വന്നിട്ടില്ല. നേരത്തെ AK ശശീന്ദ്രൻ അടക്കം പറഞ്ഞത് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. നമ്മളോട് കഴിഞ്ഞ മണിക്കൂറിൽ ഒരു ഡോക്ടർ സംസാരിക്കുകയുണ്ടായി, ജയകുമാർ. എന്തുകൊണ്ട് റേഡിയോ കോളർ ഘടിപ്പിച്ച് ആനയുടെ നീക്കം ഇവർ മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു ചോദ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വനം വകുപ്പിന്റെ ഭാഗത്ത് ശക്തമായ വീഴ്ച തന്നെ സംഭവിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും നമ്മളെ അങ്ങനെ വനംവകുപ്പിനെ നമ്മൾക്ക് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. കാരണം ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒരു ആനയെ പരമാവധി അകറ്റുക എന്നുള്ളതാണ് വനം വകുപ്പിൻ്റെ ആയാലും അനധികൃതരുടെ ഭാഗത്തു നിന്നുള്ളതായാലും അവർ പ്രാഥമികമായി നൽകുന്ന നടപടി. പക്ഷേ ആന പോകുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് അത് വളരെ സൂക്ഷ്മമായി വിലയിരുത്തി എന്താണ് ആനയെ അകറ്റിയാൽ, ആനയെ കാട്ടിലേക്ക് തുരത്താൻ കഴിയും. 10 കിലോമീറ്റർ അകലത്തിലേക്ക് വേണം ഈ ആനയെ തുരത്താൻ. അത് അസാധ്യമായ സാഹചര്യത്തിലാണ് ഈ ആനയെ മയക്കുവെടി വയ്ക്കാൻ മുഖ്യ വനപാലകൻ ഉൾപ്പെടെയുള്ള ആ സംഘം തീരുമാനിക്കുന്നത്. അപ്പോൾ മുഖ്യ വനപാലകൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ വിദഗ്ധ സംഘം വളരെ കൂലങ്കഷമായ ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും ഈ ഒരു നിർണായകമായ ഒരു തീരുമാനമെടുത്തത്, ആനയെ മയക്കുവെടിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ ആനയെ മയക്കുവെടിക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഈ കാര്യത്തിൽ എത്രത്തോളം ഡോസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആനയ്ക്ക് 20 ദിവസം മുമ്പ് കർണാടകയിൽ മയക്കുവെടി നൽകി, ബൂസ്റ്റർ ഡോസും പിന്നാലെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതും അതുപോലെ തന്നെ കേരളത്തിൽ നൽകിയ മയക്കുവെടിയും ഇത് തമ്മിലുള്ള ഒരു അനുപാതം, ആ അനുപാതത്തിൽ കൂടുതലുണ്ടായി. 20 ദിവസത്തിനുള്ളിൽ, അതായത് ഒരു മാസം പോലും തികയുന്നതിന് മുൻപാണ് ഈ ആനയ്ക്ക് ഈ ഓവർഡോസ്,
അതിൻ്റെ ആ ശരീരഭാരത്തിന് അല്ലെങ്കിൽ ആനയുടെ ആരോഗ്യസ്ഥിതിക്ക് താങ്ങാനാവുന്ന വിധത്തിൽ അപ്പുറമാണോ ഇത് നൽകിയിട്ടുള്ളത്? അത് ഇത് തമ്മിലൊരു പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യനായാലും മൃഗത്തിനായാലും അതിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് മുകളിലുള്ള ഒരു ആരോഗ്യസ്ഥിതിക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മരുന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ശരീരത്തിലേക്കുള്ള പ്രവേശിക്കുന്ന ഒരു ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ബോധക്കേടോ മനുഷ്യനായ ബോധക്കേടോ തളർച്ചയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ ആനയ്ക്ക് ഉണ്ടാകുക. ആനയുടെ നാഡീവ്യൂഹത്തിനെയാണ് ഇത് ബാധിക്കുക. മനുഷ്യനായാലും മയക്കുമരുന്ന് കഴിച്ചാൽ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുക. വലിയ തളർച്ച ആന നേരിട്ടിട്ടുണ്ട്. ഇത് ആനയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നിഗമനം. പക്ഷേ ഉദ്യോഗസ്ഥരായാലും ഇത് സംസാരിക്കുന്ന നമ്മളോടായാലും മറ്റ് ചാനലുകളോടായാലും സംസാരിക്കുന്ന ഡോക്ടർമാർ ഇക്കാര്യം പുറത്ത് പറയില്ല. കാരണം അത് അവരുടെ ഒരു എന്താ പറയുക ഒരു എത്തിക്സിൻ്റെ പ്രശ്നം, ജോലിയുടെ ഭാഗമായിട്ടുള്ള രഹസ്യമായി സൂക്ഷിക്കേണ്ട ചില വിവരങ്ങളാണ്. അത് പുറത്ത് പറഞ്ഞ് വിവാദം ഉണ്ടാക്കാൻ അവർ താല്പര്യം കാണിക്കില്ല. കാരണം ഇതൊരു വിവാദത്തിലേക്ക് പോകേണ്ട ഒരു വിഷയമല്ല. ആന ഇവിടെ നിന്ന് കൊണ്ടുപോയി വനാതിർത്തിയിൽ നിന്ന് കടത്തി കേരള അതിർത്തിയിൽ നിന്ന് കടത്തി കർണാടക അതിർത്തിയിലേക്ക് കൊണ്ടുപോയി ഈ കർണാടക അതിർത്തിയിലാണ് ആന ചരിയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ വിശദമായൊരു ഈ കർണാടകയിൽ ആനയ്ക്ക് നൽകിയ മയക്കുവെടിയും കേരളത്തിൽ നൽകിയ മയക്കുവെടിയും ഇതിൻ്റെ അനുപാതം എത്ര, ഓവർഡോസ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമേ ഡോക്ടർമാർക്ക് ഇക്കാര്യത്തിലൊരു ഡോക്ടർമാർ ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലെത്തുകയുള്ളൂ. ഏതായാലും വസ്തുതാപരമായ ചില കാര്യങ്ങളിൽ അവശേഷിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം 20 ദിവസത്തിനിടയിൽ ആനയ്ക്ക് 2 മയക്കുവെടി നൽകേണ്ടി വന്നു. അപ്പോൾ കൊടുത്ത ഓവർഡോസുകൾ എത്രത്തോളം ഉണ്ട്, ഇതെല്ലാം തന്നെ പരിശോധിക്കാതെയും അത് വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ കാരണം തുടർച്ചയായി അടുത്തടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ആനയ്ക്ക് മയക്കുവെടി നൽകേണ്ടത് എനിക്ക് തോന്നുന്നത് ഒരു പുതിയ സംഭവമാണ്. കാരണം ഒരു ആനയെ മയക്കുവെടി വെച്ച് പിടിച്ച് ഏതെങ്കിലും ഒരു വനത്തിൽ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആന തിരികെ വരികയോ അല്ലെങ്കിൽ ആന ഉടൻ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ മയക്കുവെടി വയ്ക്കേണ്ട ഒരു സാഹചര്യം ഈ സമീപകാലത്തൊന്നും ഉള്ളതായി കാണുന്നില്ല. അപ്പോൾ അരിക്കൊമ്പനെ പിടികൂടി തമിഴ്നാട് വനമേഖലയിൽ കൊണ്ടുപോയി വിട്ടു. പക്ഷേ ആന തിരികെ വന്നില്ല. അതോടൊപ്പം തന്നെ ആന തിരികെ വന്നാൽ മയക്കുവെടി വയ്ക്കാനുള്ള സംവിധാനങ്ങൾ അവർ ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ ആന ഏതായാലും വന്നില്ല. അലഞ്ഞു തിരിഞ്ഞു ആന മറ്റു കൂട്ടുകാരോടൊപ്പം ഒപ്പം ചേർന്ന് ആന അവിടെ സ്വസ്ഥമായി കഴിയുന്നു എന്നുള്ളതാണ്, നമുക്ക് ശാന്തനായി കഴിയുന്നു എന്നുള്ള വിവരമാണ് ഈ അരിക്കൊമ്പൻ്റെ കാര്യത്തിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ആനയെ തുടർച്ചയായി ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആനയ്ക്ക് ഒന്നിലധികം മയക്കുവെടികൾ നൽകുന്നത് ആനയെ ബാധിക്കും. അത് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തമായ പരിശോധനാ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ ഇത് പുറത്തു വരികയുള്ളൂ എന്നുള്ള കാര്യം. ആ റിപ്പോർട്ട് പുറത്തു വരുമോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അതിൽ നിന്ന് ഏതായാലും വെറ്റിനറി ഡോക്ടർമാർക്കും അതുപോലെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ, കേരളത്തിലായാലും കർണാടകയിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഭാവിയിൽ ഈ കാര്യത്തിൽ എങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയും, എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഈ തണ്ണീർക്കൊമ്പൻ ഒരു ഉദാഹരണമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രുതി, വ്യക്തമാണ്. എന്തായാലും പരിശോധനകൾ നടക്കുകയാണ്. തണ്ണീർക്കൊമ്പന് ഓവർഡോസ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ബന്ദിപ്പൂരിൽ പ്രത്യേക സംഘം പരിശോധന നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വ്യക്തത വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 20 ദിവസത്തിനിടെ ആനയ്ക്ക് മയക്കുവെടിയേറ്റത് 2ൽ കൂടുതൽ തവണയെന്നും പറയുന്നുണ്ട്. എന്തായാലും വെറ്റിനറി സർജന്മാരുടെ സംഘം ബന്ദിപ്പൂരിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷിബുവും ജോൺ ലോറൻസും. തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി A.K. ശശീന്ദ്രൻ. ഉന്നതതല സമിതി